വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇയേഴ്സ് ടു പോസിറ്റീവ്. പല ആളുകളും എന്നോട് വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, HIV ഇത്രയും കത്തിക്കേറി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നമ്മുടെ യുവാക്കൾക്കൊക്കെ HIV കണ്ടമാനം വർദ്ധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് ഒരുപാട് ആളുകൾ മെസ്സേജുകൾ അയക്കുന്നു, ഫോൺ കോൾസ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എസ് ടു പോസിറ്റീവ് ടീം ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഈ ഒരു HIV ബൂമിങ് വരുന്നതിനെ പറ്റി നമ്മൾ നേരത്തെ വാർണിംഗ് കൊടുത്തിരുന്നതാണ്. കൃത്യമായിട്ടുള്ള വാർണിങ്സ് നമ്മൾ എല്ലാ സമയത്തും കൊടുക്കാറുണ്ട്. ഡേറ്റിംഗ് ആപ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ HIV സ്പ്രെഡ് ആകുന്ന ആ ഒരു പോയിൻ്റ്, ആ ഒരു ചെയിൻ എവിടെയാണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറയാറുണ്ട്. ആ വീഡിയോസൊക്കെ ഇപ്പോഴും നമ്മുടെ പ്ലേ ലിസ്റ്റിൽ കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതുമാണ്. ഏതായാലും ചത്ത കൊച്ചിൻ്റെ ജാതകമൊന്നും കുറിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കണ്ടമാനം ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ കണ്ടമാനം വീഡിയോ ചെയ്യുന്ന ആളുകളുമൊക്കെ ഈ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലുള്ള HIV റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്തിട്ടലക്കുകയാണ്. അപ്പോൾ കണ്ടമാനം ഇത് ആളുകളെ, അതായത് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം, പോസിറ്റീവായിട്ടുള്ള ആളുകൾക്ക് ഇത് വളരെ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അവരുടെ മാനസികമായിട്ടുള്ള ഹെൽത്തിനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ റീസെൻ്റ്ലി പോസിറ്റീവായിട്ടുള്ള കുട്ടികൾക്കൊക്കെ അതൊരു പാനിക് അറ്റാക്കിലേക്കൊക്കെ പോകുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലുള്ള കണ്ടൻറ്റുകൾ കണ്ടിട്ട് സ്വാഭാവികമായിട്ട് ഒരാൾ HIV പോസിറ്റീവ് ആകുമ്പോൾ അവർ ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റയിലൊക്കെ സെർച്ച് ചെയ്യും. പിന്നെ ഈ കീവേഡ്സിനെ പിടിച്ചുള്ള ഇതുപോലുള്ള വീഡിയോസ് തന്നെ അവരുടെ ഫീഡ്സിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും ഇത് കാണുമ്പോൾ ഇവരൊന്നും കൂടെ ഇവരുടെ മാനസിക നില നല്ല രീതിയിൽ തകരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ആളുകൾ അതുമൂലമുള്ള പ്രശ്നം കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ അലക്കുന്ന ഈ ഒരു സ്ഥിതിക്ക്, അതായത് പോസിറ്റീവിനെ പറ്റി, അല്ലെങ്കിൽ HIV ചിലവർ കല്യാണത്തിന് മുമ്പ് HIV ടെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ആധാറിൻ്റെ കൂടെ HIV ഒക്കെ ആഡ് ചെയ്യണമെന്ന് പറയുന്ന ചില പ്രബുദ്ധരായിട്ടുള്ള മലയാളികളെയൊക്കെ ഞാൻ കണ്ടു ഇൻസ്റ്റയിലൊക്കെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. HIV എന്ന് പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാലും HIV എന്ന് പറയുന്നത് ഫുള്ളി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. 100% ഫുള്ളി കൺട്രോൾഡ് ആയിട്ടുള്ളൊരു ഡിസീസാണ് HIV പോസിറ്റീവ് ആവുന്നവർക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. നേരെ മറിച്ച് ഒരു ഡയബറ്റിക്സ് ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി അണ്ടർ കൺട്രോൾഡ് ആണ്. ഡയബറ്റിക്സ് എന്ന് പറയുന്ന അസുഖം, പ്രമേഹം എന്ന് പറയുന്ന സംഭവം. നേരെ മറിച്ച് HIV എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ 101% കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. ആ ഒരു ഡിസീസിനെ പറ്റി ഇത്രയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് പലപ്പോഴും ഞങ്ങൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2016 തൊട്ടാണ് ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ശരിക്കും നമ്മളുടെ കേസുകളിൽ ഒരൊറ്റ മരണം പോലും ഉണ്ടായിട്ടില്ല. വല്ലതും സൂയിസൈഡ് ചെയ്താലോ അല്ലെങ്കിൽ വല്ല അറ്റാക്കൊക്കെ വന്ന് മരിച്ചു പോയാലേ ഉള്ളൂ. അല്ലാതെ HIV മൂലം ആർക്കും ഒന്നും സംഭവിക്കില്ല. HIV പോസിറ്റീവായിട്ടുള്ള വ്യക്തി ലൈഫ് അവിടെ തീർന്നോ? ഒരിക്കലുമില്ല. അവർക്ക് ഒരു സാധാരണ ഒരു വ്യക്തി എങ്ങനെയൊക്കെ ജീവിക്കുന്നോ അതുപോലെ തന്നെ അവർക്കും ജീവിക്കാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മെഡിസിൻ എടുക്കുക എന്നുള്ളത് മാത്രം. ഇപ്പോൾ ഡയബറ്റിക്സ് വന്നാൽ നിങ്ങൾ ഇൻസുലിൻ എടുക്കില്ലേ, അതുപോലെ മാത്രം. പക്ഷേ ആ ഒരു മെഡിസിൻ കൊണ്ട് അവർക്ക് ലൈഫ് കംപ്ലീറ്റ് ചേഞ്ച് ആകുകയാണ്. അതായത് ഈ വൈറസ് മറ്റൊരാളിലേക്ക്, അവരുടെ പാർട്ട്ണറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അവർക്ക് കുടുംബവും കുട്ടികളും എല്ലാം ഉണ്ടാവും. പക്ഷേ ഇത് ഈ HIV വളരെ മാരക രീതിയിൽ പ്രചരിപ്പിക്കുന്ന അവരുടെ മനസ്സിലുള്ള ആ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില ഡോക്ടേഴ്സും ഒട്ടും തന്നെ ഒരു ബോധമില്ലാത്ത, ഇതിനെപ്പറ്റി ഒരു ബോധമില്ലാത്ത ചില ഡോക്ടേഴ്സ് ഉണ്ട് ചില ഹോസ്പിറ്റലിൽ. പലപ്പോഴും ഞങ്ങളെ പല പേഷ്യൻസും വിളിച്ച് പറയാറുണ്ട്, ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ഡോക്ടർ, ഒരു രക്ഷയില്ല, പോസിറ്റീവാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ പെരുമാറ്റം മാറി, അവരുടെ ഭയമായിരുന്നു അവർക്ക് ദേഹത്ത് തൊടാൻ തന്നെ പേടി. ഇങ്ങനെയും ചില ആളുകളുണ്ട്. നമ്മൾ ഇവരെ പറ്റിയും നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പാഷൻ എന്നുള്ള രീതിയിൽ ഡോക്ടറാവുന്നതും ഈ MBBS പഠിച്ച് എൻട്രൻസ് എഴുതി ഈ പുസ്തകപ്പുഴുവായിട്ട് ഡോക്ടറാവുന്നവരും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്.
ഒരു പാഷൻ്റെ പുറത്ത് സ്നേഹത്തോടെ എല്ലാവരെയും സർവീസ് മനോഭാവത്തോടു കൂടി ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവുള്ളൂ. അല്ലാതെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ വീട്ടുകാരെ തള്ളി പറയാൻ പറ്റാതെ നിർബന്ധിച്ച് വന്ന് MBBS എടുക്കുന്നവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ജനങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുന്ന നമ്മുടെ വളരെ 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 ചെറിയൊരു ചാനലാണ്, എനിക്കത് നന്നായിട്ടറിയാം. വളരെ ചെറിയ ചാനലാണ്. ഇതിനകത്ത് ഷെയറിങ്ങോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ആരും ഈ ഒരു വീഡിയോ പോലും എടുത്ത് സുഹൃത്തുക്കൾക്ക് പോലും അയക്കാൻ മടിക്കും. എന്തുകൊണ്ടാണ് ഇവൻ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തേക്കുന്നതെന്ന് അവർക്കെങ്ങാനും തോന്നിയാലോ. അപ്പോൾ അങ്ങനെ ഒരു കൊച്ചു ചാനൽ നമ്മൾ കിടന്ന് എന്തൊക്കെ പറഞ്ഞാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളെ 100% വിശ്വസിക്കുന്ന ഒരു കുറച്ച് ആളുകളുണ്ട്. അതാണ് വലിയൊരു ആശ്വാസം. അവർക്കെങ്കിലും ഒരു ആശ്വാസമാവട്ടെ, അവരെങ്കിലും ടെൻഷൻ അടിക്കാതിരിക്കട്ടെ. ഇത് കേൾക്കുന്ന റീസൺലി പോസിറ്റീവായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ടെൻഷൻ ആവാതിരിക്കട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ ഒരു സമയത്തൊരു ചെറിയ ഒരു ഇൻഫർമേഷനും കൂടെ പാസ് ചെയ്യാൻ പോവാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഓണത്തിന് തൊട്ട് മുമ്പാണ്, 2026 ഓണത്തിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഇത് 20-ാം തീയതിയാണ് ആഗസ്റ്റ് മാസം. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ വീഡിയോ കേൾക്കുന്ന റീസൺലി പോസിറ്റീവായിട്ടുള്ള ഒരു 25 വയസ്സിൽ താഴെയുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഞങ്ങളുടെ മെഡിക്കൽ ടീമുമായിട്ട് ഒന്ന് ബന്ധപ്പെടണം. മറ്റൊന്നിനുമല്ല, ഇന്ത്യയിൽ ലോങ് ആക്ടിങ് ART ഇഞ്ചെക്ഷൻസ്, അതായത് വർഷത്തിൽ 2 തവണ മാത്രം എടുക്കേണ്ട രീതിയിലുള്ള ലോങ് ആക്ടിങ് ART ഇഞ്ചെക്ഷൻസ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ സർവേ ഉണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾ എന്തുകൊണ്ടാണ് ലോങ് ആക്ടിങ് ART മെഡിസിൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അത് ഗുളികയിലോട്ടാണോ, ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ആ ഒരു സർവേയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയാണ്. ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ലാംഗ്വേജ് അത്യാവശ്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കണം. കാരണം ഇതൊരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്, US ബേസ്ഡ് ഫാർമസി കമ്പനിയാണ്. അവരുടെ ക്വസ്റ്റ്യൻസിനാണ് ആൻസർ നൽകേണ്ടത്. അത്യാവശ്യം ലാംഗ്വേജ് ഉള്ളവരായിരിക്കണം. അവർ ഫോൺ ത്രൂ ആണോ അതുപോലെ ഫോം അയച്ചിട്ടാണോ എന്നുള്ളത് എനിക്കിപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊരു സർവേ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ദയവായിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.